നമസ്കാരം. മലയാള വർഷം 1202 നിങ്ങളുടെ സാമാന്യ ഫലമാണ് പറയാൻ പോകുന്നത്. പുണർദം നാളിൻ്റെ അവസാന കാൽഭാഗം, പൂയം നാള്, ആയില്യം ഇവ ചേർന്നത് കർക്കിടകക്കൂറുകാരാണ്. കർക്കിടകക്കൂറുകാരുടെ ഇപ്പോഴുള്ള ഗ്രഹനില പരിശോധിക്കുമ്പോൾ ജന്മക്കൂറിൽ വ്യാഴം, 2-ൽ കേതു, 8-ൽ രാഹു, 9-ൽ ശനി. ഇങ്ങനെയാണ്. ജന്മരാശിയിലെ വ്യാഴം ഗുണദോഷ സമ്മിശ്രമാണ്. 2-ലെ കേതുവും 8-ലെ രാഹുവും ഒട്ടും തന്നെ നല്ലതല്ല. ശനി 9-ൽ നിൽക്കുന്നതും അത്ര ഗുണകരമല്ല. ഗുണദോഷ സമ്മിശ്രമാണ് പൊതുവായിട്ടുള്ള കാലഘട്ടം. നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് വളരെ ശ്രദ്ധ വേണ്ടതായ സാഹചര്യമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാൻ ഇടയുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയുണ്ട്. ഒരല്പം കാലതാമസം അനുഭവപ്പെടാം. നിങ്ങളുടെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമവും വിജയിച്ചേക്കാം. അതിനുവേണ്ടി ഒരല്പം പരിശ്രമം കൂടുതൽ നടത്തേണ്ടതായിട്ട് വന്നേക്കാം. ഇങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെയധികം സൂക്ഷ്മത പാലിക്കുക. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, IT രംഗത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, കോൺട്രാക്റ്റ് വർക്കുകൾ നടത്തുന്നവരുണ്ട്. എല്ലാവർക്കും വളരെ ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങളുടെ അശ്രദ്ധയോ ആലോചനക്കുറവോ കാരണം ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകുന്ന കുറവുകൾ, നിങ്ങളുടെ ജോലിയിൽ സംഭവിക്കുന്ന വീഴ്ചകൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് കാരണമാകും. നിങ്ങളുടെ തൊഴിലിനെ തന്നെ ബാധിച്ചേക്കാം. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുകയാണ് വേണ്ടത്. പണം ചെലവ് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. പണം ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് കാര്യം നടത്തുമ്പോഴും ശ്രദ്ധ വേണം. ഈ കാലഘട്ടത്തിൽ നിങ്ങളൊരു ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായാലും, നിങ്ങൾ ഷെയർ പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായാലും, നിങ്ങൾ ഗൃഹനിർമ്മാണമോ മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തുമ്പോഴായാലും, നിങ്ങൾ വാഹനം വാങ്ങുമ്പോഴായാലുമെല്ലാം ശ്രദ്ധാപൂർവം പണം വിനിയോഗിക്കേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. ഇല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ വരാം. സ്വന്തമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനും കാര്യപരാജയങ്ങൾ സംഭവിക്കാനുമുള്ള സാഹചര്യം ഉണ്ട്. വളരെ ശ്രദ്ധിച്ചു പഠിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിവിധ മേഖലകളിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും സൂക്ഷ്മത വേണം. കച്ചവട രംഗത്ത് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക തളർച്ച ഉണ്ടാകാം. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ ചെറുതാകുന്ന സാഹചര്യം വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യാപാര ശൃംഖലയെ കൂടുതൽ വിപുലമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ബിസിനസ് വിജയമാകുന്നില്ല. അതുകൊണ്ട് വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മേഖലയിലും പ്രവർത്തനം ചെയ്യേണ്ടതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയം ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും നിങ്ങൾ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് തന്നെ ചെയ്യണം. വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമുണ്ടാകാം. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. കാർഷിക രംഗത്തും മറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കുറേ അധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കോൺട്രാക്റ്റ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നവർക്ക് കൂടുതൽ സൂക്ഷ്മത വേണം. ഇല്ലാത്ത പക്ഷം ധനനഷ്ടം വരാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഗ്രഹസ്ഥിതി വളരെ പ്രതികൂലമായിട്ട് കാണപ്പെടുന്നതായ ഒരു അവസ്ഥ ഉള്ളതിനാൽ തികഞ്ഞ
വൈദിക സമ്പ്രദായത്തിൽ ഒരു മഹാനവഗ്രഹ ശാന്തി കലശം നടത്തുന്നത് വളരെ ഉത്തമമാണ്. സമഗ്രവും സമ്പൂർണവുമായ രാശി ചിന്തയിലൂടെ ഇപ്പോഴുള്ള ദശാകാലങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും കണ്ടെത്തി ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും.